60 വയസ്സുള്ള സ്ത്രീയാണ് 65 വയസ്സുണ്ടെന്ന് പറഞ്ഞ് അവരൊരു കിളവിയാക്കി അല്ലെങ്കിൽ ഒരു മോശമാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജിലാക്കി ചിത്രീകരിച്ചതിനോട് എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റും. ഷിയാസ് കരീമിനെ കുറിച്ചുള്ള ഒരു അലിഗേഷൻ വന്നിരുന്നു. ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരെ തകർക്കാൻ നടത്തുന്ന ശ്രമം മാത്രമായിട്ടാണ് തോന്നുന്നത്. ഷിയാസ് കരീമിൻ്റെ എന്തായിരുന്നു ഷിയാസ് കരീമിൻ്റെ പ്രശ്നം? ഒരു സ്ത്രീ മറ്റേ 65 ലക്ഷം രൂപ അവരെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ, അതായത് അദ്ദേഹം കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ BJPക്ക് എതിരെയും ബാക്കിയുള്ള പാർട്ടിക്കെതിരെ രൂക്ഷമായിട്ട് നടത്തി എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കിട്ടുന്നു. അതാണ് പ്രശ്നം വരുന്നത്. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ. ഞാൻ കേൾക്കാത്ത സംഭവങ്ങളാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിലും ഞങ്ങളെല്ലാം ഒരേ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാമെന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ പറയാൻ തക്ക രീതിയിൽ എനിക്ക് കഴിയില്ല. കാരണം ഇത് കേസല്ലേ, അല്ലേ? കേസല്ലേ, കോടതി കിടക്കുന്നല്ലേ. അപ്പോൾ കോടതി കിടക്കുന്നു, കേസാണ്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ പോലീസ് പരിശോധിക്കുമ്പോഴേ അതിലെല്ലാ വിശദ വിവരങ്ങളും കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ, അറിയാൻ പറ്റത്തുള്ളൂ. കോടതി എല്ലാ ഭാഗങ്ങളും നിരീക്ഷിച്ചിട്ട് ആര് തെറ്റ് ചെയ്തു, ആര് ശരി ചെയ്തു, എന്താണ് ശരി എന്തെന്നുള്ള ഫൈനൽ വെർഡിക്റ്റ് അപ്പോൾ വരും. പക്ഷേ കേട്ടതനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് 1-2 കാര്യങ്ങൾ പറയാനുള്ള ഒരു അവകാശം എനിക്കുള്ള സ്ഥിതിക്ക് ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ ഷിയാസ് കരീമിൻ്റെ ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യമാണ്. ഷിയാസ് കരീം എൻ്റെ ഒരു സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. നിങ്ങൾ കണ്ടു കാണും, ബിഗ് ബോസ് സീസൺ കഴിഞ്ഞപ്പോഴും എന്നെ സ്വീകരിക്കാൻ വന്നതാണ്. കൂടാതെ കല്യാണത്തിന് ഞാൻ പോയിട്ടുള്ളതാണ്. ഞങ്ങൾ ബിഗ് ബോസ് കുടുംബത്തിലുള്ളതാണ്. ഷിയാസ് കരീമിനെ കുറിച്ച് ഇപ്പം ഒരുപാട് നെഗറ്റീവുകളും കുറച്ച് പോസിറ്റീവുകളുമായുള്ള വീഡിയോകളൊക്കെ ചില സമയങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അപ്പോൾ ഷിയാസ് കരീം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എൻ്റെ 1-2 സംശയങ്ങൾ മാത്രം ഞാൻ ചോദിക്കുന്നുള്ളൂ. നമ്മൾ സ്നേഹബന്ധത്തിലിരിക്കുമ്പം ഞാനും ഒരു സ്ത്രീയുമായി ഷിയാസ് കരീമിനെ ന്യായീകരിക്കുന്നു എന്ന് ആരും വിചാരിക്കരുത്. ഷിയാസ് കരീമിൻ്റെ ഒരു തെറ്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനും ഉണ്ട്. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനും ഒരു സ്ത്രീയും സ്നേഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ സംശയിച്ച് സ്നേഹിച്ചാൽ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുമോ? നീ നിൻ്റെ കാമുകിയെ, നിന്നെ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ, അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന പെണ്ണ് നിന്നോട് എപ്പോഴും നിങ്ങളെ സംശയിച്ചാണ് സ്നേഹിക്കുന്നതെങ്കിൽ അതിനൊരു പൂർണ്ണത ഉണ്ടാവുമോ? അപ്പം നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ പെണ്ണിന് വേണ്ടിയാണെങ്കിലും പെണ്ണ് പുരുഷന് വേണ്ടിയാണെങ്കിലും ആത്മാർത്ഥ സ്നേഹത്തിലിരിക്കുമ്പം എന്ത് നൽകൂലേ? പണം നൽകില്ലേ? വസ്ത്രങ്ങളും വസ്തുവകകളും നൽകൂലേ? സ്വർണ്ണാഭരണങ്ങൾ നൽകൂലേ? ഉറപ്പായിട്ട് തരും. ശരീരം വരെ അല്ലേ, നമ്മൾ സെക്സിലും ഏർപ്പെടണമെന്നുള്ള സിറ്റുവേഷനാണെങ്കിൽ അങ്ങനെയും കൂടെ ഏർപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഷിയാസിനെ സഹായിച്ച ഞാൻ ചിന്തിച്ചൊരു കാര്യമേ ഉള്ളൂ. ഇത്രയും 65 ലക്ഷം വരെ കൊടുത്ത ഒരു നല്ല സുഹൃത്തിനെ സംബന്ധിച്ച് അതുപോലെ ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ സഹോദരി അല്ലെങ്കിൽ കൂട്ടുകാരിയെ തറയെ വയ്ക്കാതെ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. കാരണം എനിക്കങ്ങനെ ആരെങ്കിലും പൈസ തരാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കുഞ്ഞ് സിനിമയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. 25 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് ചെറിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ സമയത്താണ് എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നത്. അപ്പം നീ പറയണ ചേട്ടാ എൻ്റെ ഒരു 25 ലക്ഷം ഉണ്ട്, നമുക്ക് 2 പേരും കൂടെ ചേർന്ന് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ ചേർന്ന് ആ സിനിമ 50 ലക്ഷത്തിന് കുറച്ച് ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു 5 കോടി കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞോനെ, നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്യും. കാരണം ലാഭവിഹിതം അതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും, പിന്നെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ പൈസ കിട്ട സ്ഥിതിക്ക് ബാക്കി വരുന്ന എല്ലാം വിധിച്ച് നമ്മൾ രണ്ടും ആ ലാഭവിഹിതം എടുക്കും. ശരിയല്ലേ? പക്ഷേ നമ്മൾ രണ്ടും കൂടെ 25 ലക്ഷം ഇട്ട് ഒരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ സിനിമ തുടങ്ങി. ആ സിനിമ എന്തോ കാരണം കൊണ്ട് പൊട്ടിപ്പോയി, കളക്ട് ചെയ്തില്ല. അപ്പം നീ എന്നോട് പറയണം ആ 25 ലക്ഷം എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അതിന് ന്യായമുണ്ടോ? ഞാൻ പറയാണ് നീ എനിക്ക് 25 ലക്ഷം തിരിച്ചു തരണം, നീ കാരണമാണ് അത് പടം പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അതിൽ ന്യായമുണ്ടോ? അപ്പോൾ ഇത് ഏത് സാഹചര്യത്തിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 65 ലക്ഷം രൂപ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് കൊടുത്തതെന്നും ഏത് രീതിയിലാണ് വാങ്ങപ്പെട്ടതെന്നും എന്തിൻ്റെയാണെന്നുള്ളതാണ് അന്വേഷണം നടത്തേണ്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങനെ ഒരു സ്ത്രീ എന്നെ സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ അവരെ ഞാൻ തലയിൽ വെച്ചുകൊണ്ട് നടന്നതിനെ തറയെ വയ്ക്കില്ല. പക്ഷേ എന്ത് ചെയ്യാം, എനിക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഷിയാസിനെ മാത്രം പറയുന്നതിനേക്കാൾ ഇതെന്താണ് കാര്യം, ഇതെന്താണ് സംഭവം, സത്യം എന്താണ്, അല്ലേ? ഒരു ജിംനേഷ്യത്തിൻ്റെ പേരെങ്ങാണ്ടാണ് കേട്ടത്. ഒരു ജിംനേഷ്യം തുടങ്ങുക എന്ന് പറയുമ്പം എനിക്കറിയാം ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടുവന്നിട്ട്, നിങ്ങൾ ഉണ്ടായിക്കൊണ്ടുവന്നല്ല, നമ്മുടെ ജിൻഡോ
നമ്മുടെ ബിഗ് ബോസ് ആണെങ്കിൽ ജിൻഡോയ്ക്ക് മുമ്പ് ഒരു ജിംനേഷ്യത്തിൻ്റെ വിഷയത്തിലൊരു വന്നില്ലേ അപ്പോൾ ഇത് ജോയിൻ്റ് എഫേർട്ടിലാണ്. ജോയിൻ്റ് ആയിട്ടാണോ ജിംനേഷ്യം തുടങ്ങിയത് അതോ കടം വാങ്ങിച്ചതാണ്? അപ്പം ഞാൻ ഒരു സഹോദരി, ഒരു സ്ത്രീയുടെ നിന്ന് 50 ലക്ഷം കടം വാങ്ങിച്ചിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിനിമ ചെയ്യാൻ പോകുന്നു, ഞാൻ നിൻ്റെ നിന്ന് 50 ലക്ഷം കടം വാങ്ങിച്ചിട്ടാണ് ഞാനത് ചെയ്തതെങ്കിൽ എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഉറപ്പായിട്ട് ആ കടം എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഷിയാസിനെയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ട്, ഷിയാസ് കടം വാങ്ങിച്ചാണ് സ്വന്തം ജിംനേഷ്യം തുടങ്ങി, അല്ലെ എന്തായിട്ടോ അതൊന്നും എനിക്കറിയില്ല. ഷിയാസ് ആ വ്യക്തിയിൽ നിന്ന് ആ കടം വാങ്ങിച്ച പൈസയാണെങ്കിൽ ഉറപ്പായി എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. പലിശ വേണോ വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ബാക്കിയുള്ള രീതിയിലുള്ള പൈസ കൊടുപ്പ് വാങ്ങൽ എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അതിന് നമുക്ക് ഉത്തരം പറയാനായിട്ട് ബുദ്ധിമുട്ടാവും. കടം മാത്രമല്ല, പീഡന പരാതിയുണ്ട്. പീഡന പരാതിയോ? ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞില്ലേ മോനെ, അതിൻ്റെ സ്നേഹബന്ധത്തിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ അവിടെയാണ് എനിക്ക് ഷിയാസ് കരീമിന് പറഞ്ഞ ഒരെണ്ണം യോജിക്കാൻ പറ്റാത്തത്. ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ തോന്നും ഞാൻ ഷിയാസ് കരീമിനെ ന്യായീകരിച്ചു പറഞ്ഞു. ഇല്ല, ഷിയാസ് കരീമിനെ ന്യായീകരിച്ചല്ല, കടം വാങ്ങിച്ചതാണെങ്കിൽ തിരിച്ചു കൊടുക്കണം അല്ലേ. പക്ഷേ ബിസിനസ് തുടങ്ങിയത് ഒരുമിച്ച് ജോയിൻറ്റ് അക്കൗണ്ടിൽ നീ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭാര്യ നിൻ്റെ ബിസിനസ്സിന് നിൻ്റെ വളർച്ചയ്ക്കും പലതും തരും, നീ അങ്ങോട്ടും കൊടുക്കൂലേ. പക്ഷേ 2 വർഷം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഡൈവേഴ്സിലേക്ക് കോടതിയിലെത്തുമ്പോൾ എന്ത് ചെയ്യും? ഭർത്താവ് വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് വരുമ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നാണ് പോണത് അല്ലേ. ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലോ, വാങ്ങിക്കാതെയാണ് കല്യാണം കഴിച്ചെങ്കിലോ, ആദർശം വെച്ചുകൊണ്ട്. ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചിരുന്ന ആളാണ്. ആദർശത്തിൽ കല്യാണം കഴിച്ചിട്ട് 1 രൂപ പോലും വാങ്ങിക്കാതെ കല്യാണം കഴിച്ചിട്ട്, പക്ഷേ സിറ്റുവേഷൻ മാറി പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത് ഞാൻ സന്തോഷത്തോടുകൂടി തന്നെയാണ് കൊടുത്തത്. അത് കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം എനിക്ക് ഷിയാസിനോട് യോജിപ്പില്ലാത്തത് അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളോടൊപ്പം നിന്ന് നമ്മളോടൊപ്പം സഹകരിച്ച് നമുക്ക് വേണ്ടി എല്ലാം കഴിഞ്ഞിട്ട്, ഇപ്പം ശാരീരിക ബന്ധം അല്ലെങ്കിൽ സെക്സ് ബന്ധം അതൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മളോടൊപ്പം നിന്നിട്ട് നമ്മളെ സഹായിച്ച ഒരു വ്യക്തി 60 വയസ്സുള്ള സ്ത്രീയാണ്, 65 വയസ്സുണ്ടെന്ന് പറഞ്ഞ് അവരൊരു കിളവിയാക്കി അല്ലെങ്കിൽ ഒരു മോശമാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജിലാക്കി ചിത്രീകരിച്ചതിനോട് എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ എൻ്റെ ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ എൻ്റെ ഭാര്യയെ വളരെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. എൻ്റെ ഭാര്യ വളരെ നല്ല കുട്ടിയായിരുന്നു. ഞങ്ങൾ ജാതകപ്പൊരുത്തം കൊണ്ട് ചേരാതിരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, എന്നെക്കാൾ നല്ല വ്യക്തിത്വമാണ്. ഞാൻ എല്ലായിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വിശ്വാസമുണ്ട്. ഭയങ്കര പോടാത്ത സമയം, കാലം, ദേശം ഇതാക്കേണ്ട. നിൻ്റെ പരിപ്പിറങ്ങും. എന്തുകൊണ്ടാണ് മോനെ നീ ഇതും തൂക്കിക്കൊണ്ട് നടക്കുന്നത്? നിൻ്റെ സമയമൊന്ന് പോയി നല്ല ജ്യോതിഷം 3 പേരുടെ നോക്ക്, അപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിലൊക്കെ എത്തിപ്പോകുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സഹകരണം കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടും. പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മനസ്സിലായല്ലേ? പല വഴികളിലൂടെ എന്തായാലും പണി കിട്ടുമെന്നല്ല, അത്രയും ദൈവാനുഗ്രഹമുണ്ട്, പൂർവ്വ പുണ്യകർമ്മങ്ങളുണ്ട്. പുണ്യമുണ്ടെങ്കിൽ ചിലപ്പം കർമ്മഫലം നല്ലതായിട്ട് വന്നു എന്ന് വരും. എന്തായാലും 90%-ലധികവും ജാതകവും സമയവും ഒക്കെ നോക്കാതെ വല്ലവരുടെയും പ്രലോഭനങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഭ്രമങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് എടുത്ത് ചാടിയാലേ എല്ലാവരെയും ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഈ സമയമാണ് ഇവിടെ ഈ കടൽ കയറി വരുന്ന ആ പ്രതിഭാസം, കയറ്റവും ഇറക്കും, അതുപോലും ചന്ദ്രൻ്റെ പ്രഭാവമാണ്. കേട്ടിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ സ്കൂളിൽ? നമ്മളൊരാളെ പ്രണയിച്ച് രണ്ട് കുടുംബങ്ങൾ അപ്പം നമ്മളൊരാൾ നമ്മളെ സഹായിക്കുമ്പോൾ അയാളെ നമ്മൾ നന്ദിയോടെ നോക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നന്ദിയില്ലാത്തവരാണ് പലരും എന്ന്. അപ്പോൾ പക്ഷേ പലപ്പോഴും എന്താണ്, നന്ദി നമുക്ക് വേണം. നമ്മളെ ഒരാൾ ഒരുള്ള ചോറ് നിന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ നന്ദിയായിട്ട് പെരുമാറണം, നന്ദിയോടെ തന്നെ പെരുമാറണം. അതുകൊണ്ട് ആ സഹോദരിയോട് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ, ബഹുമാനമാണ്. അങ്ങനെ ഒരു കൂട്ടുകാരി എനിക്കില്ലാതെ പോയല്ലോ എന്നുള്ള ഷിയാസ് കരീമുമായി കണക്ട് ചെയ്ത ആ ഒരു വ്യക്തിത്വം, അങ്ങനെ അതേപോലെ ഒരു കൂട്ടുകാരി ഇല്ലായിരുന്നല്ലോ എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായി നമ്മളിപ്പോൾ ഒരുപാട് ഞെരുക്കത്തിലാണ്. പല കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കലും എന്നെ പീഡന പരാതിയിൽ ആരും പറയില്ല. കാരണം ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നോക്കാനോ അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ കരുതാനോ ഉള്ള കഴിവും ക്വാളിറ്റി എനിക്കുണ്ട്. എനിക്കൊരു ക്വാളിറ്റി ഇല്ലേടാ.